ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ജൂലൈ മാസത്തെ PSC ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് വിശദീകരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ആദ്യകാലത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏത്? ആദ്യകാലത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്: എ വയനാട്, ബി ചൂലന്നൂർ, സി പെരിയാർ, ഡി സൈലന്റ് വാലി. എ വയനാട്, ബി ചൂലന്നൂർ, സി പെരിയാർ, ഡി സൈലന്റ് വാലി. ഇതിന്റെ ഉത്തരം പെരിയാർ. പെരിയാറാണ് ഇതിന്റെ ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതം. 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതം മാറി. 1978 കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതം മാറി. തേക്കടി വന്യജീവി സങ്കേതം എന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് എറണാകുളത്തെ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് എറണാകുളത്തെ തട്ടേക്കാട്. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത ചോദ്യം, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: എ ഒഡീഷ, ബി ത്രിപുര, സി പശ്ചിമ ബംഗാൾ, ഡി ആസാം. എ ഒഡീഷ, ബി ത്രിപുര, സി പശ്ചിമ ബംഗാൾ, ഡി ആസാം. ഉത്തരം ഓപ്ഷൻ എ ഒഡീഷ. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ കൂടി നോക്കാം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രാധാന്യം ലഭിച്ചത് ഇന്ത്യയിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിൽ 1830 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലയാണ് തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിൽ 1830 സ്ഥാപിതമായത്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ സഹായത്തോടെ 1959 ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത്. റഷ്യയുടെ സഹായത്തോടെ 1959 ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ്.
വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ സെയിൽ. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിന്റെ നിലവിലെ ചെയർമാൻ അമരേന്ദു പ്രകാശ്. നിലവിലെ ചെയർമാനാണ് അമരേന്ദു പ്രകാശ്. അടുത്ത ചോദ്യം, ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ചൈന, ബി ഇന്ത്യ, സി ബ്രസീൽ, ഡി ഇന്തോനേഷ്യ. എ ചൈന, ബി ഇന്ത്യ, സി ബ്രസീൽ, ഡി ഇന്തോനേഷ്യ. ഉത്തരം ഇന്ത്യ. ഉത്തരം ഇന്ത്യ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ. ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് റഷ്യ. ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്ക. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ചൈനയിൽ. റബ്ബർ ഏറ്റവും കൂടുതൽ തായ്ലൻഡ്. കാപ്പി കൂടുതൽ ബ്രസീൽ. ബാർലി ഏറ്റവും കൂടുതൽ റഷ്യ, ചോളം അമേരിക്ക, ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈന, റബ്ബർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തായ്ലൻഡ്, കാപ്പി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീൽ. അടുത്ത ചോദ്യം, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിഴിഞ്ഞം, കായംകുളം, മൂലമറ്റം, കഞ്ചിക്കോട്. വിഴിഞ്ഞം, കായംകുളം, മൂലമറ്റം, കഞ്ചിക്കോട് എന്നിവയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി കഞ്ചിക്കോട്. ഓപ്ഷൻ ഡി കഞ്ചിക്കോട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായത് വിഴിഞ്ഞത്ത്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായത് വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 1940 സ്ഥാപിതമായ പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത്. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാർ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിന്റെ ശേഷി എത്രയാണ്? ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ശേഷി എത്രയാണ്? ഉത്തരം 780 മെഗാവാട്ട്. 780 മെഗാവാട്ട്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്ത ചോദ്യം, പഴശ്ശി കൊല്ലപ്പെട്ട വർഷം ഏതാണ്? പഴശ്ശി രാജാവ് കൊല്ലപ്പെട്ട വർഷം. ഓപ്ഷൻസ് 1804, 803, 801, 1805. ഉത്തരം 1805. ഉത്തരം 1805. പഴശ്ശി രാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവിയാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശി രാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്
കണ്ണൂർ ജില്ലയിലെ വളപട്ടണം നദിക്ക് കുറുകെ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാർവേ ബാബർ. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാർവേ ബാബർ. പുരളി ഷെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പഴശ്ശി രാജാവിനെയാണ്. പഴശ്ശി രാജാവ് അറിയപ്പെട്ടിരുന്ന പേരാണ് പുരളി ഷെമ്മൻ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെ. 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. കുറിച്യർ ലഹള നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. പഴശ്ശി രാജാവിന്റെ സർവ്വ സൈന്യാധിപൻ ആയിരുന്നത് കൈതേരി അമ്പു. കൈതേരി അമ്പുവാണ് പഴശ്ശി രാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നത്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഉത്തരം കേണൽ ആർതർ വെല്ലസ്ലി. കേണൽ ആർതർ വെല്ലസ്ലിയാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി ആരാണ്? നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്: A. G. D. ബിർള, B. രത്തൻ ടാറ്റ, C. ശാന്തി പ്രസാദ് ജെയിൻ, D. ധീരുഭായ് അംബാനി. ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി. 1944 ശാന്തി പ്രസാദ് ജെയിൻ ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ചു. 1944 ശാന്തി പ്രസാദ് ജെയിൻ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചു. 1961 മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത്. 1961 മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത്. അവാർഡ് നൽകി തുടങ്ങിയത് 1965 മുതൽ. അവാർഡ് നൽകി തുടങ്ങിയത് 1965 മുതൽ. മലയാളിയായ G. ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠം നേടിയത്. മലയാളിയായ G. ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠം നേടിയത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. 1982 വരെ കൃതികൾക്ക് നൽകിയിരുന്ന ജ്ഞാനപീഠം പിന്നീട് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കായി മാറ്റി. 1982 വരെ കൃതികൾക്ക് നൽകിയിരുന്ന ജ്ഞാനപീഠ പുരസ്കാരം അതിനുശേഷം സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാക്കി മാറ്റി. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി. 1976 പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കാണ് ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി. ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികൾ: G. ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക്. G. ശങ്കരക്കുറുപ്പിന് അവാർഡ് ലഭിച്ചത് 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക്. അടുത്തതായി അവാർഡ് കിട്ടിയത് S.K. പൊറ്റക്കാടിന് 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. S.K. പൊറ്റക്കാടിന് 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984
MD വാസുദേവൻ നായർക്ക് 1995-ലും ONV കുറുപ്പിന് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 എന്നീ വർഷങ്ങളിലാണ് മലയാളികൾ അവാർഡ് ജേതാക്കളായത്. ജി ശങ്കരക്കുറുപ്പ് 1965, SK പൊറ്റക്കാട് 1980 ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക്, തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1984, MD വാസുദേവൻ നായർക്ക് 1995, ONV കുറുപ്പിന് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ഗുൽസാർ, സ്വാമി രാമഭദ്രാചാര്യ എന്നിവർക്കാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാറിനും സ്വാമി രാമഭദ്രാചാര്യയ്ക്കുമാണ്. അടുത്ത ചോദ്യം, കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്: A ഉത്തരാഖണ്ഡ്, B ആസാം, C കർണാടക, D രാജസ്ഥാൻ. ഉത്തരം B ആസാം. B ആസാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 61. ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 61. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഓപ്ഷൻസ്: A കുച്ചിപ്പുടി, B ഭരതനാട്യം, C കൂടിയാട്ടം, D കഥകളി. A കുച്ചിപ്പുടി, B ഭരതനാട്യം, C കൂടിയാട്ടം, D കഥകളി. ഉത്തരം ഭരതനാട്യം. ഉത്തരം ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണം. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണം. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. ഭരതനാട്യം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഭരതനാട്യം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. നാട്യശാസ്ത്രാടിസ്ഥാന പ്രകാരമുള്ള നൃത്തരൂപമാണ് ഭരതനാട്യം. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനി. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനി. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം.